ദിലീപിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ. ദിലീപ് അടിസ്ഥാനരഹിതമായ ബദൽ കഥകൾ മെനയാൻ ശ്രമിക്കുകയാണെന്ന് സുപ്രീം കോടതിയിൽ കേരളം. നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിലാണ് കേരളത്തിന്റെ ആരോപണം. ബി ബാലഗോപാലുണ്ട് വിവരങ്ങളുമായിട്ട്. ബാലു, ഈ സത്യവാങ്മൂലത്തിൽ ദിലീപിനെതിരായി ഈ കഥകൾ മെനയുന്നു എന്ന ആരോപണത്തിനപ്പുറത്തേക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് കേരളം ചൂണ്ടിക്കാട്ടുന്നത് കേസ്? അക്ഷയ, പൾസർ സുനി നൽകിയ ജാമ്യാപേക്ഷയെ നേരത്തെ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ആരാഞ്ഞിരുന്നു. ഈ കേസിലെ വിചാരണ അനന്തമായി നീണ്ടുപോവുകയാണെന്നും അതുകൊണ്ട് ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു പൾസർ സുനി സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിന് നൽകിയ മറുപടി സത്യവാങ്മൂലത്തിലാണ് സംസ്ഥാന സർക്കാർ ദിലീപിൻ്റെ അഭിഭാഷകർ ഈ വിചാരണ നീട്ടുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ കേസിലെ പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിന് 7 മാസങ്ങളിലായി 87 ദിവസമാണ് ദിലീപിൻ്റെ അഭിഭാഷകർ ഈ വിസ്താരം നടത്തിയതെന്നാണ് സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ വിസ്താര വേളയിൽ ഈ അടിസ്ഥാനരഹിതമായ കഥകൾ ഉന്നയിച്ചുകൊണ്ട് വിചാരണ നീട്ടുന്നതിനുള്ള ശ്രമമാണ് ദിലീപിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നതെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ഈ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അതിജീവിത ഉൾപ്പെടെയുള്ളവരെ ഈ ദിലീപിൻ്റെ അഭിഭാഷകർ വളരെ കൂടുതൽ ദിവസം വിസ്താരം നടത്തിയതിൻ്റെ വിശദാംശങ്ങളും സംസ്ഥാനം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ബൈജു പൗലോസിന് അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും കൈമാറുവാനായിരുന്നു സുപ്രീം കോടതി നേരത്തെ കേരളത്തിനോട് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഏതാണ്ട് ഈ വിസ്താരം ഈ 87 ദിവസത്തിലധികം നീണ്ടുനിന്നതിനാൽ തന്നെ 2000-ഓളം പേജ് ദൈർഘ്യമുണ്ടെന്നും അത് സമർപ്പിക്കുന്നതിന് കൂടുതൽ സമയം വേണമെന്നും സംസ്ഥാനം ഈ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കരുതെന്നാണ് കോടതിയുടെ കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുന്നതിനും അതുവഴി ഈ അതിജീവിതയുടെ സ്വകാര്യത തകർക്കുകയും എന്നുള്ള സാധ്യത ഉണ്ട് എന്നും സംസ്ഥാനം സുപ്രീം കോടതിയോട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നാളെ ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അതിനു മുന്നോടിയായാണ് സംസ്ഥാനം ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്.